പക്ഷെ നോക്കാം. ചില സമയത്ത് എന്റെ സൗണ്ടിന് അറിയില്ല എന്നൊക്കെ വരുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണ് എന്താണ് ഇങ്ങനെ, ഇവക്ക് നോർമലായിട്ട് സംസാരിക്കാൻ അറിയില്ലേ, ഇവിടെ എന്നത് ഈ കാട്ടി കൂട്ടുന്നേന്നൊക്കെ വിചാരിക്കും. പക്ഷെ സത്യം പറഞ്ഞ എനിക്ക് ചില സമയത്ത് പല ടോണിലുള്ള സംസാരം വരിക. അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക. അരിഞ്ഞു കൊടുത്തിട്ട് അരിഞ്ഞു കൊടുക്കട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ. എന്റേത് കുറച്ച് വലിയ പീസാട്ടോ. മാങ്ങാക്കല്ല, സോറി, മീൻകറി കണ്ടില്ലല്ലോ. അതെ, മീൻകറി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇച്ചിരി ചെറുപയറായിരുന്നു. ആ ചെറുപയറും ഞാൻ എന്താക്കിയിട്ടുണ്ട്, ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കുരുകുരാണ് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക. പക്ഷെ അത് എക്സ്ട്രാ ചോദിക്കുന്നതിന് 50 രൂപയാണ് ആ സാലഡിന്. ഞാൻ ആവുന്ന മേടിക്കാന്ന് ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു നമുക്ക് മാങ്ങ ഇപ്പോൾ ഉള്ള സമയമാണല്ലോ, അപ്പൊ ഉണ്ടാക്കി നോക്കാം. അവരുടെ അത്രയും വന്നില്ലെങ്കിലും അവരവരുടെ ഇത് പറഞ്ഞു തരത്തില്ലല്ലോ എന്താണ് അവർ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന്. അപ്പം നമുക്ക് കിട്ടിയ ടേസ്റ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതല്ലേ എപ്പോഴും നല്ലത്. ഇങ്ങനെ എന്തേലൊക്കെ പരീക്ഷിക്കണം. എനിക്ക് ചില സമയത്ത് ഇരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. അതായത് ഞാൻ ചിലപ്പോഴൊക്കെ വയ്യാണ്ട് പനിയൊക്കെ ആയിട്ട് ലീവിലായിരിക്കും. ഓഫീസിൽ പോകുമ്പോൾ ചില ദിവസം എനിക്ക് നല്ല പനി, അല്ലെങ്കിൽ എനിക്ക് തലവേദന, മൈഗ്രെയിൻ്റെ പ്രശ്നം ഭയങ്കരമാണ്. അപ്പം ഭയങ്കര കൂടുതലായിരിക്കും ഈ തലവേദന എന്ന് പറയുന്നത്. അപ്പം എന്താ, നോർമൽ വേദനയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സഹിക്കും. പക്ഷെ എക്സ്ട്രീം ആകുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ ലീവാക്കും. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. എന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം. അതായത് മരുന്ന് കഴിച്ചാലും മാറില്ല, ഇഞ്ചക്ഷൻ തന്നെ എടുക്കേണ്ടി വരും. അങ്ങനെ കുറെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഞാൻ പരമാവധി ലീവായിരിക്കും. കാരണം പറ്റുന്ന സമയത്താണെങ്കിൽ ഞാൻ പോകും, കൂടി കഴിയുമ്പോൾ അവിടുന്ന് ആശുപത്രി പോവുകയൊക്കെ ചെയ്യുക. പക്ഷെ എക്സ്ട്രീം ആയി കഴിയുമ്പോൾ ഞാൻ ലീവാക്കും. എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം തന്നെ ഇരിക്കുമല്ലേ, ഒന്നാതെ വയ്യ, പക്ഷെ എത്ര നേരം നമ്മൾ കിടക്കുക. അപ്പൊ പിന്നെ എന്താക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കും. അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ആണ് സത്യം പറഞ്ഞ് ഇവിടുത്തെ ക്ലീനിങ് പരിപാടി. കാരണം ബാക്കി എല്ലാ ദിവസവും പോവും, അടിച്ചു വാരിയിടും എന്നല്ലാണ്ട് തുണി കഴുകി റൂമിനകത്ത് കയറ്റിയിടും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പം സാറ്റർഡേ സൺഡേ ഇരിക്കുമ്പോഴായിരിക്കും കുറച്ചധികം